നമസ്കാരം. ആരുടേതാണെന്നറിയാത്ത ഒരു അജ്ഞാത ബോട്ട് മുംബൈ തീരം ലക്ഷ്യമാക്കി വരുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് തീരദേശ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഗേറ്റ്വേ ഓഫ് ഇന്ത്യയിലെ ബോട്ട് ജെട്ടിയിൽ എത്തിച്ച് 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്നത് സിനിമകളെ വെല്ലുന്ന കഥയായിരുന്നു. കന്യാകുമാരി സ്വദേശികളായ നിറ്റ്സോ ഡിറ്റോ, വിജയ് അന്തോണി, ജെ അനീഷ് എന്നീ മത്സ്യത്തൊഴിലാളികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നത്. കുവൈറ്റിൽ ജോലി ചെയ്യുകയായിരുന്ന ഇവർ തൊഴിലുടമയുടെ പീഡനം സഹിക്കവയ്യാതെ ജനുവരി 28-ന് അയാളുടെ ബോട്ട് തട്ടിയെടുത്ത് നാട്ടിലേക്ക് പുറപ്പെട്ടു. സൗദി അറേബ്യ, ഖത്തർ, ദുബായ്, മസ്കറ്റ്, ഒമാൻ, പാകിസ്ഥാൻ വഴി 10ാം ദിവസം മുംബൈയിലെത്തി. യാത്രാരേഖകളോ അനുമതികളോ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ പല രാജ്യങ്ങളിലെ സേനകളെ മറികടന്നുള്ള സാഹസിക യാത്ര. രാജ്യാന്തര യാത്രാചട്ടങ്ങൾ പാലിക്കാതെ വിദേശ ബോട്ടിലെത്തിയ 3 പേരെയും കോടതി ശനിയാഴ്ച വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2 വർഷം മുൻപ് തിരുവനന്തപുരം വിമാനത്താവളം വഴി കുവൈറ്റിലെത്തിയ ഇവർ കടുത്ത തൊഴിൽ പീഡനമാണ് നേരിട്ടിരുന്നതെന്നും അവിടെ പോലീസിലും ഇന്ത്യൻ എംബസിയിലും അറിയിച്ചിട്ടും നടപടി ഉണ്ടാകാതെ വന്നതോടെ തൊഴിലുടമയുടെ ബോട്ടുമായി രക്ഷപ്പെടുകയായിരുന്നെന്നും ഇവരുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ക്യാപ്റ്റൻ മദൻ എന്ന ഏജന്റ് മുഖേന കുവൈറ്റിലെത്തിയ 3 പേരും അബ്ദുള്ള ഷർഹീദ് എന്നയാളുടെ കീഴിലാണ് ജോലി ചെയ്തിരുന്നത്. അയാൾ പാസ്പോർട്ട് പിടിച്ചുവെച്ചെന്നും കൃത്യമായ ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ നൽകാതെ പീഡിപ്പിച്ചെന്നുമാണ് ആരോപണം. യാത്രാപാത സംബന്ധിച്ച അവകാശവാദങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ ബോട്ടിൽ നിന്ന് കണ്ടെത്തിയ GPS ഉപകരണങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ബോംബ് സ്ക്വാഡ് ബോട്ട് പരിശോധിച്ചെങ്കിലും സംശയകരമായി ഒന്നും കണ്ടെത്തിയില്ല. രാജ്യാന്തര അതിർത്തികൾ പിന്നിട്ടെത്തിയ സംഘം ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നും വിവിധ ഏജൻസികൾ അന്വേഷിക്കുകയാണ്. പഴുതടച്ച സമുദ്ര സുരക്ഷയെക്കുറിച്ച് ഇന്ത്യ അവകാശവാദം ആവർത്തിക്കുന്നതിനിടെ മത്സ്യത്തൊഴിലാളികൾ കുവൈത്തിൽ നിന്ന് കടൽ മാർഗം മുംബൈയിലെത്തിയത് വലിയ സുരക്ഷാ വീഴ്ചയാണ്. 2008 നവംബറിൽ അജ്മൽ കസബിന്റെ നേതൃത്വത്തിൽ 10 പാകിസ്ഥാൻ ഭീകരർ കടൽ വഴി എത്തിയാണ് മുംബൈയിൽ ആക്രമണം നടത്തിയത്.